നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ അല്ലെങ്കിൽ ഫോർവേഡ് മെസ്സേജ് നിങ്ങളുടെ യുഎഇയിലെ പ്രവാസ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ കാരണമാകുമെന്നറിയാമോ? സ്ഫോടനങ്ങളെക്കുറിച്ചും നിത്യോപയോഗ സാധനങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ചും ദുബായിൽ നിന്ന് വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണോ അതോ വെറും കെട്ടുകഥകളോ? രാജ്യം അതീവ ശാന്തമാണെന്ന് അധികൃതർ ആവർത്തിക്കുമ്പോഴും അണിയറയിൽ ചില കേന്ദ്രങ്ങൾ പടച്ചുവിടുന്ന വ്യാജ പ്രചരണങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആരാണ്? ഒരു ഷെയർ ബട്ടൺ അമർത്തുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കടുത്ത ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണ്? ദുബായ് ഗവൺമെന്റ് മീഡിയ ഓഫീസ് പുറപ്പെടുവിച്ച അതീവ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങൾ ഓരോ പ്രവാസിയും അറിഞ്ഞിരിക്കണം. യുഎഇയിൽ സോഷ്യൽ മീഡിയ വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ദുബായ് സർക്കാർ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രവാസികൾ ഉൾപ്പെടെയുള്ള താമസക്കാർ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും പരിഭ്രാന്തി പടർത്തുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്യരുതെന്നുമാണ് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദുബായിലും പരിസര പ്രദേശങ്ങളിലും വലിയ സ്ഫോടനങ്ങൾ നടന്നു. നിത്യോപയോഗ സാധനങ്ങൾക്ക് കടുത്ത ക്ഷാമം നേരിടുന്നു. ദുബായിലെ ജീവിതം സ്തംഭിപ്പിച്ചു എന്നിങ്ങനെയുള്ള നിരവധി പോസ്റ്റുകൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഇവയെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് അധികൃതർ പറയുന്നത്. ദുബായിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രചരിക്കുന്ന ഭൂരിഭാഗം പോസ്റ്റുകളും യുഎഇക്ക് പുറത്തു നിന്നുള്ള അക്കൗണ്ടുകളിൽ നിന്നാണ്. ഇത് സൈബർ സുരക്ഷാ വിഭാഗം കണ്ടെത്തി കഴിഞ്ഞു. സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രചരിക്കുന്ന പഴയ വീഡിയോകളും എഡിറ്റ് ചെയ്ത ഓഡിയോകളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം നിർമ്മിച്ചവയാണ്. ഇത്തരം ഡിജിറ്റൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ യുഎഇ സുരക്ഷാ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. യുഎഇയിൽ നിന്നും ഇത്തരം വ്യാജ വാർത്തയും വീഡിയോയും എല്ലാം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിനാൽ രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരം തെറ്റായ വിവരങ്ങൾ നൽകരുതെന്ന് യുഎഇ പറഞ്ഞു വെക്കുകയാണ്. യുഎഇയിലെ നിയമങ്ങൾ അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ അതീവ കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് 1 ലക്ഷം ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴയും തടവ് ശിക്ഷയും ലഭിക്കും. ഇത്തരം യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ വ്യാജ പ്രചാരണം നടത്തിയവരെ കണ്ടെത്തുകയും കനത്ത ശിക്ഷ തന്നെ നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ സ്ഥിരീകരിക്കാത്ത സ്ഫോടന ശബ്ദങ്ങളുടെയോ ആക്രമണങ്ങളുടെയോ വീഡിയോകളും ഓഡിയോകളും ഫോർവേഡ് ചെയ്യുന്നതും നിയമ നടപടിക്ക് കാരണമാകും. പ്രവാസികളെ സംബന്ധിച്ച് ഇത്തരം നിയമലംഘനങ്ങൾ വിസ റദ്ദാക്കുന്നതിനും അതുപോലെ നാടുകടത്തലിനും വരെ കാരണമായേക്കാം. അതിനാൽ ഒരു പോസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ശരിയാണോ എന്ന കാര്യം ഉറപ്പുവരുത്തണം. ഇതിനു പുറമെ ദുബായ് ഗവൺമെന്റ് മീഡിയ ഓഫീസ്, യുഎഇ ആഭ്യന്തര മന്ത്രാലയം, ദുബായ് പോലീസ് അധികൃതർ എന്നിവരുടെ പേജുകൾ കൂടി പരിശോധിക്കണം. സംഘർഷം തുടരുന്നുണ്ടെങ്കിലും യുഎഇ സാധാരണ നിലയിൽ തന്നെയാണ് ഉള്ളത്. സാധനങ്ങളുടെ ക്ഷാമം എന്ന രീതിയിൽ വരുന്ന പോസ്റ്റുകൾ തികച്ചും തെറ്റാണെന്നും യുഎഇയിലെ ജനങ്ങൾക്ക് ആവശ്യമായ മരുന്ന്, മറ്റ് സാധനങ്ങൾ എല്ലാം യുഎഇയുടെ കയ്യിലുണ്ട്. അതോടൊപ്പം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനവും നിലനിർത്താൻ ഓരോ താമസക്കാരനും ഉത്തരവാദിത്തം ഉണ്ട് എന്നുകൂടി യുഎഇ പറഞ്ഞു വെക്കുകയാണ്. അതിനാൽ ഇത്തരം വാർത്തകൾ ഒരു കാരണവശാലും പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും യുഎഇ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ തന്നെ അധികൃതർ നൽകും. ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും രാജ്യം കാണിക്കുന്നതല്ല. സാധാരണ ക്രിമിനൽ കുറ്റങ്ങൾക്കപ്പുറം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതിനാൽ പ്രവാസികൾക്ക് ഈ നിയമലംഘനം കനത്ത തിരിച്ചടിയാകും. പിഴയ്ക്കും തടവിനും പുറമെ ഇത്തരം വ്യാജ വാർത്തകൾ ഫോർവേഡ് ചെയ്യുന്നത് പ്രവാസികളുടെ വിസ റദ്ദാക്കാനും അവരെ എന്നേക്കുമായി നാടുകടത്താനും ഒക്കെ കാരണമായി തീരുന്ന ഒന്നുകൂടിയാണ്. യുഎഇ വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് പ്രകാരം രാജ്യത്ത് മരുന്നുകൾക്കോ ഭക്ഷണ സാധനങ്ങൾക്കോ യാതൊരുവിധ ക്ഷാമവുമില്ല. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാതെ മറ്റൊരാൾക്ക് അയക്കുന്നത് സ്വന്തം ജീവിതം അപകടത്തിലാക്കുന്നതിന് തുല്യമാണ്. യുഎഇയുടെ കരുത്ത് അതിന്റെ സുരക്ഷിതത്വവും സമാധാനവുമാണ്. അത് കാത്തുസൂക്ഷിക്കാൻ ഓരോ താമസക്കാരനും ബാധ്യസ്ഥനാണ്. സോഷ്യൽ മീഡിയ എന്നത് വിനോദത്തിനുള്ള ഇടം മാത്രമല്ല, ഉത്തരവാദിത്തത്തോടുകൂടി ഉപയോഗിക്കേണ്ട ഒരു ആയുധം കൂടിയാണെന്ന് നാം തിരിച്ചറിയണം. അനാവശ്യമായ പരിഭ്രാന്തി പരത്തുന്നതിലൂടെ തകരുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ സ്വൈരജീവിതമാണ്. നിയമങ്ങൾ കർശനമാക്കുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ഔദ്യോഗിക വാർത്താ സ്രോതസ്സുകളെ മാത്രം പിന്തുടരുക. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ഓരോ പ്രവാസിയും ജാഗ്രത കാണിക്കണം. വ്യാജ വാർത്തകൾക്കെതിരെ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. യുഎഇയുടെ സമാധാനം നിലനിർത്താം.